السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 93-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കാണാതെ പഠിച്ചത്. ഇതൊന്ന് കാണാതെ ഓതിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا. قالوا سمعنا وعصينا وأشركوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. وإذ أخذنا ميثاقكم. വൈദ് അഖദ്ന മീസാഖക്കും, തീർച്ചയായും നാം വാങ്ങിയ സന്ദർഭം. എന്ത് വാങ്ങി? മീസാഖക്കും, നിങ്ങളോടുള്ള കരാർ. നിങ്ങളോട് നാം കരാർ വാങ്ങിയ സന്ദർഭവും ഓർക്കേണ്ടതാണ്. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ഫൗഖക്കും, നിങ്ങൾക്കുമീതെ നാം ഉയർത്തുകയും ചെയ്തു. അത്തൂറ, തൂരിസിന പർവ്വതത്തെ. നമ്മൾ പറഞ്ഞു വരുന്നത് തൂരിസിന പർവ്വതം, ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആനിൽ അല്ലാഹു തആല ചില സ്ഥലങ്ങളെ, ചില വസ്തുക്കളെ, ചില പ്രത്യേകമായ സംഭവങ്ങളെയൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരും. അതിൽ ചിലതൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയും, ചിലതൊക്കെ ആ വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അതെല്ലാം പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇവിടെ തുരിസ്ന പർവ്വതത്തെ നിങ്ങൾക്കും മീതെ നാം ഉയർത്തിയിടണം. അപ്പൊ തുരിസ്ന പർവ്വതത്തെ ബനി ഇസ്രായേലിന്റെ മുകളിലായിട്ട് ആ നിൽക്കുന്ന പർവ്വതത്തെ ഉയർത്തി എന്ന് പറയുന്ന ഒരു സംഭവം തുരിസ്ന പർവ്വതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം. അപ്പൊ ബാക്കിയുള്ളത് തുരിസ്ന പർവ്വതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞത് തുരിസ്ന പർവ്വതത്തിന്റെ വലതുവശത്തെ കുറിച്ചാണ്. തുരിസ്ന പർവ്വതത്തിന്റെ വലതുവശം. അപ്പോൾ അത് ദൃഷ്ടാന്തമുണ്ട് നമുക്ക്. തുരിസ്ന പർവ്വതത്തിന്റെ താഴ്വര നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. അതിലൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളിൽ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ തൂർ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 10 തവണ വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത് ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞത് 19:52. അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് 20:80. 20-ാമത്തെ സൂറത്ത് മറിച്ചു. 20:80. 20-ാമത്തെ സൂറത്ത് പഠിക്കാം. എല്ലാവരും മറിച്ചു. 20-ാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്ത് ത്വാഹ. സൂറത്ത് ത്വാഹ പഠിക്കാം. സൂറത്ത് ത്വാഹയിലെ 80-ാമത്തെ ആയത്താണ് പഠിക്കേണ്ടത്. 80.
يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى. എന്താണ് അല്ലാഹു ഇതിൽ പറയുന്നത്? യാ ബനീ ഇസ്രായീല, ബനീ ഇസ്രായീലിനെ വിളിക്കാൻ. ഖദ് അൻജയ്നാകും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വായിക്കുന്ന സ്ഥലത്ത് നോക്കാണ്, ഖുർആൻ നോക്കിയിരിക്കണം. ഖദ് അൻജയ്നാകും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. മിൻ അദൂബിക്കും, നിങ്ങളുടെ ശത്രുവിൽ നിന്ന്. ആരായിരുന്നു ശത്രു? ബനീ ഇസ്രായീലിനെ അല്ലാഹു രക്ഷപ്പെടുത്തി ശത്രുവിൽ നിന്ന്. എന്ന് പറഞ്ഞ ശത്രു ആരാ? ഫിർഔനെ നിങ്ങളെ രക്ഷപ്പെടുത്തി. വവാഅദ്നാകും ജാനിബത് തൂരിൽ അയ്മൻ, തൂർ പർവ്വതത്തിന്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തരികയും ചെയ്തു. തുരിസ്നാ പർവ്വതത്തിന്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തരികയും ചെയ്തു. വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, നിങ്ങൾക്ക് നാം മന്നും സൽവയും ഇറക്കി തരികയും ചെയ്തു. എന്താ സംഭവം? അല്ലാഹു തആല അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി ഉണ്ട്, പലസ്തീൻ നിങ്ങൾക്ക് തരാം. നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവിടെ ചെല്ലുക, അവിടെ കടക്കുക. കടന്നാൽ അവിടെ ഉള്ളവർ പോകും, നിങ്ങൾക്ക് ആ മണ്ണ് കിട്ടും. ബനീ ഇസ്രായീൽ എന്ത് ചെയ്തു? അവര് ധിക്കാരത്തിന്റെ അങ്ങേയറ്റം. അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോണെങ്കിൽ അവിടെ ഉള്ളവർ പോയാലേ പോകും, അല്ല ഞങ്ങൾ കടക്കൂല. അതുകൊണ്ട് നീയും നിന്റെ റബ്ബും ചെന്ന് യുദ്ധം ചെയ്യുക, അവരുമായി ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ. മൂസാ നബിയോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ കടന്നാൽ മതി, ആരെ ഏർപ്പെട്ടാൽ അവർ പോകും, നിങ്ങൾക്ക് ഈ യുദ്ധം മറ്റൊന്നും വേണ്ടിയില്ല. നിങ്ങൾക്ക് അവർ നിർഭയത്തോടുകൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ നടക്കുമ്പോൾ സുജൂദ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഹിത്തത്ത് എന്ന് പറയാം, പാപമോചനം എന്ന് നിങ്ങൾ പറയാം. പക്ഷെ ഇവരെ അതൊന്നും അനുസരിച്ചില്ല. സുജൂദ് ചെയ്തതുമില്ല, ഹിത്തത്ത് എന്ന് പറഞ്ഞതുമില്ല. മനസ്സിലാക്കി ഹിത്തത്ത് എന്ന് പറഞ്ഞു. ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനമാണ്. ഞങ്ങൾക്ക് നന്നായ അങ്ങനെ പറഞ്ഞാൽ പാപങ്ങൾ പുറത്തു എന്ന് പറഞ്ഞത്. പക്ഷെ അവരെന്താക്കി പറയപ്പെടാത്തൊരു വാക്ക് അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ പറയപ്പെടാത്ത വാക്ക്? ഹിത്തത്ത് എന്നത് ഹിത്തത്ത് എന്ന് പറഞ്ഞു. ഹിത്തത്ത് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താണ്? ഹിത്തത്തിന് പോകും, പക്ഷെ അവർ പറഞ്ഞ വാക്ക് അർത്ഥമാക്കില്ല. ഇത്ര മാത്രം ധിക്കാരം കാണിച്ച വാക്ക പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ വാക്തഭൂമിയിൽ പ്രവേശനമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? മണ്ണും സെലവയിൽ കഴിച്ച് താഴ്വരയിൽ കഴിച്ചിട്ടുണ്ടാവും. മണ്ണും സെലവയിൽ കഴിച്ചിട്ട് താഴ്വരയിൽ കഴിച്ചിട്ടുണ്ടാവും. എന്താ പറയുക? അപ്പൊ മണ്ണും ഈ സൃഷ്ടിയുടെ സമയത്ത് പോലും അല്ലാഹു എന്ത് ചെയ്തു? അവർക്ക് മണ്ണും സെലവയിൽ കഴി കൊടുത്തു. ആ സംഭവമാണ് അല്ലാഹുവിന്റെ പറയുന്നത്. അപ്പൊ അത് കഴിച്ചുകൊണ്ട് അവർ ജീവിച്ചത് എവിടെയായിരുന്നു? തുരീസിന പർവ്വതത്തിന്റെ വലതുഭാഗത്ത് ആയിരുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ശരി, ഇനി അടുത്തത് 23:20 സൂറത്തുൽ മുഅ്മിനൂനിലെ 20-ാമത്തെ ആയത്ത്. 23:20 കഴിയില്ല. സൂറത്തുൽ മുഅ്മിനൂനിലെ 20-ാമത്തെ ആയത്ത്. ആയത്ത് വായിച്ചോളൂ. وشجرة تخرج من طور سيناء تنبت بالدور وصبر للآكلين. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരായത്താണ്. ഒരു മരം അല്ല പറയുന്നത്. തഖ്റുജു, അത് മുളച്ചു വരുന്നു. ഒരു മരം, ഖുർആനിൽ ഒരു മരത്തെ കുറിച്ച് പറയും. ഒരു മരം അത് മുളച്ചു വരുന്നു. എവിടുന്ന്?
മിൻ തൂരി സീനാ, തൂരി സീനാ പർവ്വതത്തിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരം. ഖുർആനിൽ അല്ലാഹു തആല മരത്തെ കുറിച്ച് മരം 26 സ്ഥലത്ത് 26 സ്ഥലത്ത് അല്ലാഹു ഷജറത്ത് എന്ന പ്രയോഗം കാണാം. ഷജർ എന്ന് 7 സ്ഥലത്തും ഷജർ എന്ന് 7 സ്ഥലത്ത്. ഇത് സ്ത്രീലിംഗാക്കിയിട്ട് ഷജറത്ത് പറയും. ഷജറത്ത് സ്ത്രീലിംഗ. ഷജറത്തി എന്ന് ഖുർആനിൽ 19 സ്ഥലത്തുണ്ട്. അവിടെ 26 സ്ഥലത്ത് അല്ലാഹു തആല ഷജറത്ത് എന്ന് പറഞ്ഞതായിട്ട് കാണാം. ഇത് നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയണില്ല. നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഖുർആനിൽ അല്ലാഹു പറയുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് പഠനവിധേയമാക്കേണ്ടതാണ്, പഠിക്കാനുള്ളതാണ്. അപ്പൊ ഖുർആനിൽ അല്ലാഹു പറയുന്ന ചില മരങ്ങളുണ്ട്. ആ മരങ്ങൾ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന മരങ്ങളുണ്ട്, നമ്മളെ ഭയപ്പെടുത്തുന്ന മരങ്ങളുണ്ട്. നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരം ഖുർആനിലുണ്ട്. ഖുർആനിലുണ്ട്. മരത്തിന് പേര് പറയുന്നുണ്ട്. ഞാൻ ഡിസ്കസ് എന്ന് പറയേണ്ടിച്ചു. വിശദമായ പഠനത്തിന് ഞാനത് പറഞ്ഞാൽ എഴുതിയാൽ മതി. നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എഴുതിച്ചു. ആ സ്ഥലങ്ങൾ പറയാം. 28, 29, 46, 28, 29, 46, 52, 1, അല്ല 52 പിന്നെ 95, 2, 95, 2, രണ്ട് 63, 93, 93, അത് തുരിശന പർവ്വതം. അത് ഞാൻ പറഞ്ഞു 699. അത് പേജ് കൊട്ടിയാണ്. 699, 699, 141, 699, 141, 16, 11, 16, 11, 95, 1, 80, 29, 80, 29, 24, 35. ഈ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ഷെയർ ഏത് നമ്മൾ മറച്ചു വെച്ച ആയത്തിലല്ല, മുഅ്മിനൂനല്ലേ. സൂറത്തുൽ മുഅ്മിനൂനപ്പോൾ ഷജറത്ത് തഖ്റുജു മിൻ തൂരി സീനാ, തൂരി സീനാ പർവ്വതത്തിൽ നിന്ന് മുളച്ചു വരുന്ന മരം എന്ന് പറഞ്ഞില്ലേ. ആ മരം ഏതാണ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. മറ്റേത് മൊത്തത്തിൽ പറഞ്ഞ 26 സ്ഥലങ്ങൾ അത് നമുക്കിപ്പോ ഈ വിഷയം പങ്കെടുക്കാത്തതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. ഇതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്, നിങ്ങൾ പരിശോധിക്കേണ്ടത്. വിഷയങ്ങൾ മനസ്സിലായോ? ഖുർആനിൽ അല്ലാഹു മരങ്ങളെ കുറിച്ച് 26 തവണ പറയുന്നു. അതിൽ പല മരങ്ങൾ, ഉദാഹരണത്തിന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തെ വിഴുങ്ങിയിട്ട്
അദ്ദേഹത്തെ പിന്നെ കയ്യിൽ കൊണ്ടുവന്ന് മത്സ്യം അദ്ദേഹത്തെ പുറത്തേക്ക് കഥ കേട്ടിട്ടുണ്ട്. യൂനുസ് നബിയുടെ കഥ കേട്ടില്ലേ? യൂനുസ് നബി പിന്നെ പ്രബോധന ആളുകൾ വിശ്വസിക്കാത്ത അദ്ദേഹം മരമെടുത്ത് കപ്പലിൽ കയറി രക്ഷപ്പെട്ട് പോകുന്ന വഴിക്ക് കപ്പലിൽ കാറ്റിലും പിന്നെ കോളിൽ പെട്ട് അത് പിന്നെ മുങ്ങാൻ പോയപ്പോൾ കപ്പലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു ഇതിൽ ഒരാള് പിന്നെ ഒരു കുത്തനപ്പില്ലാതെ കയറിയിട്ടുണ്ട്, അത് ആരാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഒരാളെ കുറിച്ച് പുറത്തിലാണ്ട് നറുക്കിട്ട് തീരുമാനിക്കാൻ നറുക്കാർക്ക് വീണു. യൂനുസ് നബിയുടെ അടുത്ത് കടലേക്ക് പ്രതികരണം മത്സ്യം കുടുങ്ങി. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന സംഗതിയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് വലിയ പ്രതിസന്ധിയാണ്. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വിശ്വാസം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിൽ പെട്ടാലും ഈ ദുൽനൂൻ എന്നാണ് യൂനുസിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ദുൽനൂൻ എന്നാണ്. അപ്പൊ ദുൽനൂനായ യൂനുസ് നബി പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറയും. അപ്പൊ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തോപ ചെയ്തു. അല്ലാതെ ഞാൻ ചെയ്യാൻ പാടില്ല കാര്യം ചെയ്തത് ഇവിടെ കൊടുക്കണ ഭക്ഷണം തോപ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തത് കൊണ്ട് നാം ഇതാ യൂനുസിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ആ മത്സ്യം ചെയ്തു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ അള്ളാഹു തആല അദ്ദേഹത്തെ സുരക്ഷിതനാക്കി. അള്ളാഹു അദ്ദേഹത്തെ നിർത്തുകയും എന്നിട്ട് ആ മത്സ്യം പുറത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ തടഞ്ഞു. സ്വാഭാവികമായി ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്കാൾ എത്തി പുറം തള്ളുമ്പോൾ ശരീരത്തിലെ പേശികൾക്കും എല്ലുകൾക്കും ഒക്കെ എന്തൊക്കെയുണ്ടാവും? സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തെ കരയിലേക്ക് കൊണ്ടുപോയി തള്ളിയപ്പോൾ അള്ളാഹ് പറയാണ്, അള്ളാഹു തആല ഒരു മരത്തെ അവിടെ മുളപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ആ മരത്തിന് പല പേരുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് വലിയ പറയുന്നുണ്ട്, മരം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് അദ്ദേഹത്തിനോട് അധിക ഇലകളും കായ്കനികളും കുറച്ച് തിന്നാൻ പറഞ്ഞു. അദ്ദേഹം അത് ഉപയോഗിച്ചു, ആ ഇല ഉപയോഗിച്ചു, ആ മരം ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ മാറി, അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ റെഡിയായി. അദ്ദേഹത്തിന്റെ എല്ല് പൊട്ടി, പേശി, മസിലുകൾക്ക് പ്രശ്നമായിരുന്നു. അതെല്ലാം ശരിയായി അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കൊടുത്തു. ആ മരത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ നാട്ടിൽ പറഞ്ഞ പോലെ നരകത്തിന്റെ അടിയിൽ നിന്ന് മുടക്കുന്ന സക്കൂഹ് എന്ന മരത്തിന്റെ പേര്. സക്കൂഹ് എന്ന മരത്തിനെ കുറിച്ച് പറയുന്നു. അതിലെ ഇലകളെ കുറിച്ച് കായ്കളെ കുറിച്ചൊക്കെ ഖുർആനുണ്ട്. അപ്പൊ മരം എന്നത് ഖുർആനിൽ അള്ളാഹു നമുക്കൊരു വലിയ പാഠമായിട്ട് പഠിപ്പിക്കുന്ന സംഗതിയാണ്. എത്രമാത്രം പറയുന്നത്, ആ മരം അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? മരങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഭൂമിയിലെ ഓരോ മരങ്ങളും, അത് ചെറിയ മരം ഖുർആനിൽ പറയുന്നുണ്ട്, ചെറിയ മരം, വലിയ മരം ഖുർആനിൽ പറയുന്നുണ്ട്. വലിയ മരങ്ങൾ കൊണ്ട് മനുഷ്യർക്കുള്ള പ്രയോജനങ്ങൾ, ഓരോ മരത്തിലെയും ഓരോ ഇലകൾ നമുക്ക് നൽകുന്ന അനുഗ്രഹം. അല്ലെ, ഇന്നിപ്പോ ആളുകൾക്ക് ഇപ്പോ കൊറോണ രോഗം ഏറ്റവും വലിയ ആവശ്യമുണ്ടാക്കിയ സമയത്ത് ഓക്സിജനായിരുന്നു. അല്ലെ, ഈ ഓരോ ഇലകൾക്കും ചെടികൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള ധർമ്മം എന്താണ്? മനുഷ്യനെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. അത് അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, ഒരു മരത്തിനെ ആ മരത്തിലെ ഒരു ഇല, അത് പച്ചയാകട്ടെ, റത്തുവാകട്ടെ, അവിസാകട്ടെ, ഉണങ്ങിയതാകട്ടെ, പച്ചയാകട്ടെ, അത് ഈ ഭൂമിയിലേക്ക് അത് പൊഴിഞ്ഞു വീഴുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട്. ഓരോന്നും അത് പച്ചയായി നിന്ന് അത് പഴുത്ത് നിറം മാറി അതിൽ നിന്ന് അത് ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴാണ്. ഈ സമയത്ത് അതിന്റെ ദൗത്യം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമാക്കിയിട്ടാണ് ഓരോ ഇലയിൽ പൊഴിഞ്ഞു വീഴുന്നത്. സുബ്ഹാനല്ലാഹ്. ഓരോ പടപ്പുകൾക്കും അവ ഓരോ ദൗത്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ എത്ര ചെയ്യുന്നുണ്ട് അത് ചെയ്യണം. അള്ളാഹുവിന്റെ വലിയ പാഠങ്ങളായിട്ടാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. വലിയ പാഠങ്ങളായിട്ട് നമ്മള് ഇവിടെ ജനിച്ച് ശൈശവം പിന്നിട്ട് യുവത്വം, അല്ലെ, നല്ല പച്ചപ്പുള്ള ജീവിതം, യുവത്വം കഴിഞ്ഞ് തെങ്ങര കഴിഞ്ഞ് അവസാനം നമുക്ക് രോഗിയായി വാർദ്ധക്യമായി നമ്മൾ മരിച്ചു പോകും. ഇങ്ങനെ കുടിഞ്ഞു പോകുന്ന സമയത്ത് എപ്പോഴാണോ ആ സമയത്ത് അതുവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയോ എന്ന ചിന്ത മരത്തിന്റെ ചില പ്രയോഗങ്ങളിലൂടെ, മരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. അതാണ് അതുപോലെ സിദ്ദീഖ് അത് പറഞ്ഞത്,
അള്ളാഹനെ തന്നെയാണ് സത്യം. ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാനൊരു മരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. നമ്മുടെ അള്ളാഹു തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു മരം നിർവഹിക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഓരോ ശരി. അപ്പൊ അതാണ് 26 സ്ഥലത്തുള്ള പ്രയോഗം എന്ന് പറഞ്ഞത്. അതിൽ ഒരു മരമാണ് ഈ പറഞ്ഞ മരം. അതും ടൂറിസ്റ്റിനാ പർവ്വം തമ്മിൽ ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ആ ആയത്തേക്ക് ബന്ധമില്ല. നമ്മൾ പഠിക്കുന്ന പാഠഭാഗവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ടൂറിസ്റ്റിനാ പർവ്വതത്തിൽ മുളച്ചു വരുന്ന മരം. ആ മരത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് 699, 141, 11, 1, 29, 35. അപ്പൊ ആയത്ത് എന്താണ്? എന്താണ്? ഒരു മരം തകുറിച്ചു. അത് ആയത്തിലാണ് 23ാമത്തെ സൂറത്താണ് മറച്ചിട്ട്. സൂറത്തുൽ മുഅ്മിനൂൻ. സൂറത്തുൽ മുഅ്മിനൂന്റെ പ്രത്യേകത എന്താണ്? സൂറത്തുൽ മുഅ്മിനൂന്റെ പ്രത്യേകത എന്താണ്? സൂറത്തുൽ മുഅ്മിനൂന്റെ പ്രത്യേകത എന്താണ്? അതെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. എന്താ അർത്ഥം? അങ്ങനെ തുടങ്ങുന്നത്. മുഅ്മിനീങ്ങൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചു. അല്ലെ? ആരാണ് മുഅ്മിൻ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചു. ഇത് പഠിക്കേണ്ടതാണ്. ഖുർആനിന്റെ തദബ്ബുർ നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മുടെ മനസ്സിൽ നിൽക്കണം. ആ രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞത്. ഇവിടെ നോക്കി, ഖുർആനിലെ 3 ചെറിയ ആയത്ത് ഞങ്ങൾക്ക് കൂടെ എഴുതിത്തരാം. ഖദ് അഫ്ലഹൽ എന്താണ്? വായിച്ചോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചു. ആരാണ് മുഅ്മിൻ? എല്ലാം കുറേ ഉണ്ട് അല്ലെ? അതെ, ഒരു ഷോർട്ടാക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മൾ പറയും. പിന്നെ ഒരാളെ പറ്റിയിട്ട് ഇപ്പം അൽ കാഫിറൂൻ, അൽ കാഫിറൂൻ ആരാണ്? മൻ കഫറ, മൻ കഫറ, കാഫിറായവൻ. മൻ കഫറ, കാഫിറായവൻ, കാഫിർ. അതിന്റെ ജന്മ ബഹുദൻ കാഫിറൂൻ. എന്നാൽ മുഅ്മിൻ ആരാണ് എന്ന് അള്ളാഹു പറഞ്ഞത് കാണിച്ചു തരുന്നത്. നോക്കി, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ, ഒരാളാണ്. മൻ തസക്ക, തസക്ക എന്ന് പറഞ്ഞാൽ തസ്കിയത്ത്, മനസ്സിനെ ശുദ്ധീകരിച്ചു, മനസ്സിനെ കഴുകി വൃത്തിയാക്കി. മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചു. ആ ഹാന നഫ്സാണ്, നഫ്സാണ്, മനസ്സാണ്. ശരി, ഇതിന്റെ മുന്നിൽ അള്ളാഹു പ്രയോഗിച്ച പദം വായിച്ചോളി. ഖദ് അഫ്ലഹ മൻ തസക്ക. പിന്നെ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആരാണ് മുഅ്മിൻ? മൻ തസക്ക, ആത്മാവിനെ കെട്ടി ശുദ്ധീകരിച്ചത്. മനസ്സിലായി? വനഫ്സി വമാ സവ്വാഹ, വനഫ്സി വമാ സവ്വാഹ, മനസ്സ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ സംവിധാനം ചെയ്തതും തന്നെയാണ് സത്യം. ഫഅൽഹമഹ, എന്നിട്ട് അതിന് ഇൽഹാം കൊടുത്തു, ബോധിപ്പിച്ചു. ഫുജൂറഹ വതഖ്വ, തഖ്വയുടെ ഓപ്പോസിറ്റാണ് ഫുജൂർ. തഖ്വയുടെ വിപരീതമാണ് ഫുജൂർ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണക്കുറിച്ചുള്ള പൂർണ്ണ സൂക്ഷ്മത. ഫുജൂർ എന്ന് പറഞ്ഞാൽ ദുഷ്ടത. ഫുജൂർ മനസ്സിന് 2 അവസ്ഥ. ഫുജൂറുണ്ട്, തഖ്വയുണ്ട്. ഫുജൂറുണ്ട്, തഖ്വയുണ്ട്. ആ മനസ്സിനെ തഖ്വ കൊണ്ട് ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. മനസ്സിലായി? അപ്പം അൽ മുഅ്മിൻ, ആരാണ് മുഅ്മിൻ? മൻ തസക്ക. കാരണം മൻ, മുഅ്മിൻ എന്ന് പറയാൻ മൻ ഒരുത്തനാണ്. തസക്ക, അവൻ മനസ്സിനെ ശുദ്ധീകരിച്ചു. മനസ്സിലായോ? പക്ഷെ ഈ സൂറത്ത് അല്ലാഹു പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആര് വിജയിച്ചു? മുഅ്മിൻ
മുഅ്മിനീങ്ങൾ വിജയിച്ചു. അല്ലെ, ഒരാൾ മുഅ്മിനാണ് എന്ന് തീരുമാനിക്കുന്ന സന്ദർഭം ഏതാ? മരണത്തിന് സന്ദർഭം. ഇപ്പൊ നമുക്ക് ഞാൻ മുഅ്മിനാണ് എന്ന് പറയാൻ പറ്റുമോ? പറയണ്ട. മുസ്ലിമാണ് പറയണം. എന്ത് പറഞ്ഞ? മുസ്ലിമാണ് പറഞ്ഞ. എന്ത് പറയണ്ട? മുഅ്മിനാണ് പറയണ്ട. കാരണം എന്താണ്? യുസ്ലിഹു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലത്തെ മുഅ്മിൻ വൈകുന്നേരം കാഫിറാണ്. യുംസി മുഅ്മിനൻ വയുസ്ലിഹു കാഫിറ. വൈകുന്നേരം കിടന്നു വൈകുന്നേരം മുസ്ലിമെ, നേരം മുഴുവൻ കാഫിറായിരിക്കും. ثم آمنوا ثم كفروا ثم آمنوا ثم كفروا ثم ازدادوا كفرا. كفر होते हैं. الإيمان ينقص ويكثر. ഈമാൻ കുറേ ഈമാൻ കൂടും. മരിക്കുമ്പോൾ നമ്മൾ ഈമാൻ എങ്ങനെയെന്ന് നമുക്ക് ആർക്കും അറിയാം. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിച്ചോ അവന്റെ പേരാണത് മുഅ്മിൻ. ഇപ്പൊ നമ്മളെങ്ങനെ വിളിക്കാണ്? മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കാണ്. എന്താണ് വിളിക്കാൻ കാരണം? നമുക്കൊക്കെ ഉള്ള ആഗ്രഹം എന്താണ്? ഈമാൻ കിട്ടി. അപ്പൊ ഈമാൻ കിട്ടി മരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് യാതൊരു ആഗ്രഹം പറഞ്ഞാൽ എത്ര ആൾക്കാർ ഇങ്ങനെ മനസ്സിലാക്കി ഹൃദയത്തിൽ നമ്മൾ കൈവച്ചിട്ട് നമ്മളിതാ മനസ്സിലാക്കിയോ? യാതൊരു ആഗ്രഹമോ എന്ന് അവ വിളിച്ചാൽ അർത്ഥം എന്താ? ഈമാൻ കിട്ടി മരിക്കാൻ നിങ്ങൾ ഇതാ ഇന്ന കാര്യം ചെയ്യണമെന്നാണ് ആയത്തിൽ വരിക. ഇതൊക്കെ മനസ്സിലായില്ല. മുഅ്മിൻ എന്നൊരാൾ മുഅ്മിനാണെന്ന് എന്ത് ചെയ്യണം? ഒരാൾ മുഅ്മിനാണോ എന്ന് തീരുമാനിക്കുന്ന സമയം ഏതാണ്? മരണത്തോടുകൂടിയാണ്. ഈമാനിലായി മരിച്ചാലാണ് അവന്റെ പേരെന്ത്? മുഅ്മിൻ എന്ന്. അപ്പൊ അന്ന് വിളിക്കുകയാണ് വിളിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, മുഅ്മിനായി മരിക്കണമെങ്കിൽ ഈ കാര്യം ചെയ്തോളൂ എന്നാണ് ആയത്തുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതേപോലെ ആയത്ത് മുഴുവൻ യാ അയ്യുഹല്ലദീന ആമനൂ വിളിച്ചു പറഞ്ഞ ആയത്ത് മുഴുവൻ തന്നെയാണ്. ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അല്ലാഹു പറഞ്ഞത് എന്താണ്? അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയ ആൾക്കാർ വിജയിച്ചു എന്നാണ്. അപ്പൊ ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? നീ പറഞ്ഞോളി. എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ സൂറത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതേ, ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാരണങ്ങളൊക്കെ ഈ സൂറത്താണ് പറയുന്നത്. മനസ്സിലായോ? ഒരാൾക്ക് ഈമാൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവൻ ഈ സൂറത്തിൽ പറയുന്നത്. നമ്മളെ പേരിലുള്ള നാൽക്കാലികള്, നമ്മുടെ പറമ്പ്, ആ പറമ്പിലെ മരങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യം. മനസ്സിലായോ? അല്ലാഹു നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏത് സൂറത്തിലെ പ്രതിപാദനമുണ്ട്. മുഅ്മിനീങ്ങളത് പഠിക്കണം എന്ന് പറഞ്ഞ പല പ്രധാനപ്പെട്ട സൂറത്താണ്. ഇത് പഠിച്ചാൽ മനസ്സിലാകും. ഇതിലെ ഓരോ ആയത്തും നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിലെ പ്രതിപാദിക്കുന്നത്. ഒരാൾക്ക് കൃത്യം നിശ്ചയിക്കാൻ പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അയാളെ ബിസിനസ് കച്ചവടം, അയാൾ മറ്റോട് കൂടുതൽ. അത് ആ കാര്യത്തെ കുറിച്ച് സുഹൃത്തിൽ പറയുന്നത്. ചില ആൾക്കാർക്ക് ഈമാൻ നഷ്ടപ്പെടാൻ കാരണം അവരുടെ മക്കളെ അസാമികൾക്ക് കൂട്ടി നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ എത്രയായിട്ട് വരുന്നത് അവരെ കൂടി കൊടുക്കുക എന്നുള്ളത് മക്കൾ പരീക്ഷണത്തിന് ഭാഗമാകും ഈമാൻ നഷ്ടപ്പെടാൻ. ചില ആൾക്കാർക്ക് കുറേ കന്നുകാലികൾ, മൃഗങ്ങൾ, അതിനെ നോക്കുകയും അതിനെ വളർത്തുക, അതിന് ഉണ്ടാകും പാടത്തുണ്ടാകും. സ്കരിക്കാൻ വേണ്ടി നേരില്ല, കുറാൻ പഠിക്കാൻ നേരില്ല. ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ചാണ് സുഹൃത്ത് പറയുന്നത്. ഇനി ഈ കഥഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് സുഹൃത്ത് തുടങ്ങിയത് അല്ലെ? ഇനി ഞാനൊരു ഇത് ബോധ്യപ്പെടാൻ ഒരു കാര്യം കൂടി എനിക്ക് കാണിച്ചില്ല. എന്താ പറയുക? മുമ്പിനായി
ഒരാൾ മരിച്ചാൽ അവൻ വിജയിച്ചു അല്ലെ. ഇനി അങ്ങനെ മരിച്ച ഒരാൾക്ക്, മുഅ്മിനായി മരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ, നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ആൾക്കാരെ ചോദിക്കേണ്ടത് അല്ലെ. എന്താണ്? പറഞ്ഞോളൂ. അറബി പറഞ്ഞേ, അറബി കാരണം വാക്കല്ലേ. മഗ്ഫിറത്തും മർഹമത്തും. മഗ്ഫിറത്തും മർഹമത്തും ഈ രണ്ട് കാര്യമല്ലേ അല്ലേ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് എന്താ? മഗ്ഫിറത്തും മർഹമത്തും അല്ലേ? ആണോ? ആ മഗ്ഫിറത്തും മർഹമത്തും ആർക്കാണ്? മുഅ്മിനായി മരിച്ചത്. ഈ സൂറത്തിന്റെ അവസാന ആയത്ത് എന്താ? നബിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഗ്ഫിറത്തിന് വേണ്ടിയും മർഹമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. മനുഷ്യർക്ക് ഈ സൂറത്തിന്റെ അവസാന ആയത്ത് ഈ സൂറത്തിന്റെ അവസാന ആയത്ത് പഠിക്കും. മുഅ്മിനോട് പറഞ്ഞു തുടങ്ങി. മുഅ്മിനായി ജീവിച്ചവൻ അങ്ങനെ മരിച്ചവൻ വിജയിച്ചു പറഞ്ഞു. ഇനി സൂറത്തിന്റെ അവസാന ആയത്ത് പഠിച്ചു നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വഖുൽ എന്താണ്? വഖുൽ നബിയെ പറയുക, റബ്ബിഗ്ഫിർ വർഹം. റബ്ബിഗ്ഫിർ വർഹം. അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പഠിച്ചനെ. റബ്ബി എന്റെ റബ്ബേ, ഇഗ്ഫിർ മഗ്ഫിറത്ത് കൊണ്ട് പഠിച്ചനെ, വർഹം മർഹമത്ത് കൊണ്ട് പഠിച്ചനെ, അൻത ഖൈറുർ റഹീം. അപ്പൊ ഈ സൂറത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? അപ്പൊ ഈ സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യം, മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ സൂറത്ത് പഠിച്ചിരിക്കണം. മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സൂറത്ത് പഠിക്കണം. ഒരു ആത്മസുഖമാണ് ഈ സൂറത്തിലാണ് അല്ലാഹു ഇത് പറയുന്നത്. വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹനി വസ്ബിൻ ലിൽ ആഖിരി. ആയത്ത് നോക്കി, 20-ാമത്തെ നോക്കി. വശജറത്തൻ ഒരു മരം, തഖ്റുജു അത് മുളക്കുന്നു, മിൻ തൂരി സൈനാ തൂരി സൈനാ പർവ്വതത്തിൽ, തംബുതു ബിദ്ദുഹനി അത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഈ മരം എന്തുൽപ്പാദിപ്പിക്കുന്നു? ദുഹന എണ്ണ. ഈ ഇദ്ദഹന എന്നാണ്. ഈ എണ്ണ തെളിയാണ് ഇദ്ദഹന പറയുക. ദുഹന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ അത് കറിയും ഉണ്ടാകും. അതിന് കറിയുമുണ്ടെങ്കിൽ ആക്കി ഭക്ഷിക്കുന്നവർക്ക്, ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയുമുണ്ട് അതിൽ നിന്ന്. ആ മര ഏതാണ്? അപ്പൊ സൈത്തൂൻ എന്ന് പറയുന്നത് വളരെ 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 ഖുർആനിൽ അല്ലാഹു അത് ശജറത്തുൽ മുബാറകത്താണ് എന്ന് പറഞ്ഞ മരമാണ്. ശജറത്തുൽ മുബാറക എന്ന് ഖുർആൻ പറഞ്ഞ മരയാണ്. ബർക്കത്താക്കപ്പെട്ട മരം എന്ന് പറഞ്ഞ മരയാണ് സൈത്തൂനാണ്. സത്യം ചെയ്ത് പറഞ്ഞ മരമാണ് സൈത്തൂൻ. അത് രണ്ട് രൂപത്തിൽ എന്തൊക്കെയാണ്? ഒന്ന്, അത് ഈ ഒലീവ് എണ്ണ, ഒലീവ് എണ്ണ ഈ സാധനം. ഇത് ഒലീവ് ഓയിൽ ഒറിജിനൽ. അത് മനുഷ്യന്റെ ചർമ്മരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. രണ്ട്, കറിയായി ഉപയോഗിക്കുക പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഒലീവ് എണ്ണ ചൂടാക്കാതെ ഉപയോഗിക്കാൻ. ചൂടാക്കാതെ, അതായത് നമ്മൾ കറിയൊക്കെ പാകം ചെയ്തതിന് ശേഷം ആ കറി നേരെ ഒരു സാധനം ഒലീവ് ഓയിൽ അല്ലേ? അതല്ലേ? അത് ചൂടാക്കുക. നമ്മളത് ചൂടാക്കിയ ഭാഗത്ത് ഉപയോഗിക്കാം. ചൂടാക്കാനാണ് സാധ്യത. അത് അതിന്റെ നാച്ചുറൽ, അതിന്റെ ഒറിജിനൽ. അതൊക്കെ അപ്പൊ അത് ഇവിടെ മാത്രമല്ല, ബാക്കിയുള്ള കറി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു റൊട്ടി തിന്നാണെങ്കിൽ ആ റൊട്ടിയിലുള്ള സാധാരണ സാധനങ്ങൾ, ആ സാധനമാണത് ഈ സാധനം. അത് അതിന് ഉപയോഗിക്കുന്നു, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം എന്താണ്? ഇത്തരത്തിൽ ശരീരത്തിൽ പുരട്ടായി ആരാ പറഞ്ഞത്?
നമുക്ക് തുലികൾ നൽകിയ റബ്ബ പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, അതിൽ ശീല ഉണ്ടാവും, അതിൽ ബർക്കത്ത് ഉണ്ടാവും, യാതൊരു സംശയ കാര്യത്തിലും. ഈ മരം അള്ള സുഹൃത്ത് ഞാൻ എഴുതിയ ആയത്തിലൂടെ ഞാൻ വായിക്കുന്നില്ല. 24:35 എഴുതിയ 24:35 എഴുതിയ ആ 24:35 എന്ന് എഴുതിയടത്ത് അള്ള പറയുന്നുണ്ട്. ഈ സൂറത്തിൽ നൂറാണ്. ആ സൂറത്തിൽ നൂറിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്. ആ ആയത്തിൽ അള്ള പറയാണ്, ആ പ്രകാശത്തിൽ വിളക്കുമാടത്തെ വിളക്കിനോട് കുടിക്കണം. പിന്നെ അള്ള പറയാ അതിന്റെ എണ്ണ, ആ എണ്ണ എടുത്തിട്ടുള്ളത് കൊടുത്താണ് നിഷത്തിൽ മുബാരകത്തിൽ സൈത്തൂനത്തിൽ രാഷ്ട്രീയത്തിൽ വരാറിയ അത് കത്തിക്കാൻ കാര്യം അല്ലാത്ത പ്രകാശിക്കണം. ഏത് ആ എണ്ണ, ആ എണ്ണ ഈ ഇട്ടുള്ള മുമ്പിൽ കൊണ്ടുവച്ചാൽ ഒറിജിനൽ ജയ്ത്തൂനെ ഒറിജിനൽ ജയ്ത്തൂനാണ്. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നല്ല ഇട്ടുള്ള ഒരു റൂമിൽ ആ ജയ്ത്തൂന് എവിടെയെങ്കിലും ഇങ്ങനെ തുറന്ന് വെച്ചാൽ അതിനൊരു പ്രകാശം കാണും. നമ്മൾ സാധാരണ കണ്ടിരുന്ന ഈ റാച്ചിണ്ടാക്കില്ലേ, രാത്രി ഇട്ടത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേപോലെ ഈ ഒറിജിനൽ ജയ്ത്തൂൻ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ ഇട്ടുള്ള റൂമിൽ വെച്ചാൽ ഒരു നേരിയ പ്രകാശം കാണാം. അല്ല ഖുർആൻ പറഞ്ഞു, കത്തിച്ചിട്ടില്ലെങ്കിൽ എന്താവും, അത് പ്രകാശിക്കുന്നതാണ്. അല്ല ഖുർആൻ സൂറത്തിൽ 100 ആയത്ത് നമ്പർ ഞാൻ പറഞ്ഞു, 35 ആയത്ത് കുറച്ച് കാണാൻ സൂറത്തിൽ കാണാൻ. പിന്നെ എണ്ണ കത്തിച്ചാൽ പ്രകാശത്തിന് പ്രകാശം അതാ പറയും. അപ്പൊ എവിടുന്ന് കിട്ടിയാലും അത് ഒഴിവാക്കണ്ട. ഇത് ഒലീവ് ഓയിൽ ഇവിടുന്ന് ഒഴിവാക്കും, ഒലീവ് എണ്ണ ഒഴിവാക്കണ്ട. അത് ശരീരത്തിൽ മുബാറക്കായ അള്ളാഹു പറഞ്ഞതാണ്. അത് ഉപയോഗിക്കണം, ഭക്ഷണത്തിൽ ഉപയോഗിക്കണം. അറിവുകളൊക്കെ ചെയ്യും, കാല് വയറ്റിലൊക്കെ അത് കുറച്ച് കുടിച്ചു കൊടുക്കും. ശരീരത്തിൽ ശരിക്കും ഉള്ളിൽ കംപ്ലീറ്റ് ഇല്ല, കുടലുകളെ ആന്തരികമായ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഈ സാധനം വൃത്തിയാക്കും. അള്ളാഹു തആല ഈ തൂരിസിനാ പർവ്വതത്തിൽ ഉറപ്പിച്ച മരമാണ്. തൂരിസിനാ പർവ്വതത്തിൽ നിന്ന് പുറത്തു വരുന്ന മരം എന്നാ പറഞ്ഞത്. അപ്പം ആ മരം ആദ്യമായി ഉണ്ടായത് എവിടെയായിരിക്കും, തൂരിസിനാ പർവ്വതത്തിലായിരിക്കും ആ മരം ആദ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്. പിന്നീടാണ് ആ മരത്തായത് നാടുകളിലൊക്കെ വ്യാപിച്ചത്. ആ മരം ശരിക്കും മുബാറകത്താണ്. അപ്പൊ തൂരിസിനാ പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരത്തെ കുറിച്ച് പറയും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു പറഞ്ഞ ഈ തൂർ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ആ ഒരു തൂരിസിനാ പർവ്വതത്തെ കുറിച്ച് ഒരു പ്രയോഗം പോലും അത് അവിടുന്ന് അതിലൊരു മല എന്ന് പറഞ്ഞ് പഠിക്കില്ല. അത് മാത്രമല്ല, മറിച്ച് അതിനെ 4 വർഷങ്ങളെ കുറിച്ചുള്ള അറിവ് ഈ ഇതിന്റെ ബാക്കി ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ആയത്തുകളിൽ നമുക്ക് വരാൻ പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾ വരെ, നിസ്സാരമായ കാര്യങ്ങൾ വരെ. അതായത് നമുക്ക് കുട്ടി പേടി, നമുക്കൊരു വസ്തുവിനെ കുറിച്ച് പേടിച്ചാൽ ആ പേടി മാറാൻ ഖുർആൻ ഒരു കാര്യം എന്താ പറയുന്നത്, പെട്ടെന്ന് ഒരു വസ്തുവിനെ കണ്ട് പേടിച്ചു, പെട്ടെന്ന് നമ്മളാകെ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ട സമയത്ത് ഒരു പ്രവൃത്തി ചെയ്യാതെ കേൾക്കാനാണ് തൂരിസിനാ പർവ്വതത്തിൽ ബന്ധപ്പെട്ടാകാൻ പറയും. അതായത് വലത് കൈ നമ്മളെ ഇടത് കൈയിൽ തൊക്കി വെക്കാൻ പറയും. ഭയം പൂർണ്ണമാണ്. ഭയപ്പെട്ട വ്യക്തി ഖുർആനിൽ കാണിച്ചാൽ ഖുർആൻ എന്താ പറയുന്നത്, പേടിച്ച വ്യക്തിയോട് പറയാം. ആരാ പേടിച്ച ആ പേടിച്ച വ്യക്തി പേടി പോകാനുള്ള സത്യം പറഞ്ഞത് അള്ളാഹ് പറഞ്ഞ ഖുർആനിൽ. ഇൻഷാ അല്ലാഹ് അത് തൂരിസിനാ പർവ്വതവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ചരിത്രത്തെ നമുക്ക് പറയാം. ഖുർആനിൽ വ്യക്തമായിട്ട് കാണാൻ. അപ്പൊ ഒരു ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തൂരിസിനാ പർവ്വതവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു ഖുർആനിൽ ഒരു സൂറത്ത് തുടങ്ങുകയാണ്. തൂരിസിനാ പർവ്വതം തന്നെയാണ് സത്യം. ഖുർആനിലെ അധ്യായത്തിന്റെ പേരാണ്. ഖുർആനിലെ അധ്യായത്തിന്റെ പേരാണ്. മനസ്സിലായേ? എത്രാമത്തെ അധ്യായമാണ്? 52ാമത്തെ അധ്യായം. തുടങ്ങണ എന്താണ്? തൂർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക്
കൂടുതൽ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം, ബാക്കി കാര്യങ്ങൾ കൂടി പഠിക്കാം. അതിനുശേഷം അടുത്ത ആയത്തിന്റെ ഈ ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഓരോ വിജ്ഞാനവും അത് പൂർണ്ണമായും കരസ്ഥമാക്കി ഈമാൻ ഉറപ്പിച്ച് നമുക്ക് ജീവിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഇനി അങ്ങോട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഒരു പക്ഷേ ലോക്ക്ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കാലത്തേക്ക് ശനിയാഴ്ചയിലേക്ക് നമുക്ക് മാറ്റണം. ശനിയാഴ്ച രാവിലെ 8 മുതൽ 9 വരെ സമയത്തേക്ക് ക്ലാസ് മാറ്റണം. കാരണം ഇപ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ ഇവിടെ മാഷ് പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ അല്ലാതെ കുറച്ചുകൂടി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പറഞ്ഞ രീതിയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ പോലീസ് കയറി വരാൻ ഒക്കെ സാധ്യതകളുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈൻ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുവരെ നമ്മൾ അത് നിർത്തണ്ട ഒരു ഇതിലാണ് തുടങ്ങി. അടുത്ത ആഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച ക്ലാസ് ശനിയാഴ്ച 8 മണി മുതൽ 9 മണിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അങ്ങനെയായിരിക്കും ക്ലാസ് 8 മുതൽ 9 വരെ ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് നമുക്ക് ആ പഴയതുപോലെ ആളുകളൊക്കെ എല്ലാവരും വില കുറഞ്ഞ ശേഷം നമുക്ക് പിന്നീട് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇനി അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ശനിയാഴ്ച. അപ്പോൾ അടുത്ത ഞായറാഴ്ച 9 ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുക. ആ കാര്യം എല്ലാവരും ഓർമ്മിക്കുക, ഭാഷകളെല്ലാവരും അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ലോക്ക്ഡൗൺ എന്നൊരു ആവശ്യമില്ലാതെ പരമാവധി അവർക്ക് വരാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും വേണ്ടി തീരുമാനമാകട്ടെ. അറിവിലായതുകൊണ്ട് വന്ന് കുറച്ചും വലുതുമായ എല്ലാ വിദ്യകളും അല്ലാഹു തആലയുടെ മഹത്തായ കഴിവുകൾ നമുക്ക് വിട്ടുകൊടുക്കുന്ന അല്ലാഹു തീരുമാനമാകട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. നമ്മളെ മുലക്കൽ ഭൗതികന്റെ ഭാര്യയുടെ സഹോദരന്റെ മകൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഒരുപാട് ബന്ധമുള്ള ആളാണ്, എൻ്റെ അയൽവാസിയാണ്. 2 ദിവസം കൂടി പറഞ്ഞു. അതുപോലെ തന്നെ മുമ്പും ഇതേപോലെ ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് വേണ്ടപ്പെട്ട പലരും ഈ അസുഖം കാരണവും മറ്റ് അസുഖങ്ങൾ കാരണവും ഒക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവർക്ക് എല്ലാവർക്കും അവരുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ശഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹു തആല അവരുടെ ഹസനാത്തുകൾ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ പദവികൾ ഉയരാൻ അല്ലാഹു കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുക, ഒരുപാട് ആളുകൾ വിശ്വസിക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ഖുർആൻ പഠിതാക്കളായ ആളുകൾ വരെയുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൽ വരുന്ന ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. കുറച്ച് സമയം മുമ്പ് നമ്മുടെ BP മുന്നീസ് അപ്പം അദ്ദേഹത്തിന് ഈ സ്റ്റെപ്പ് കയറി വരാൻ പ്രയാസമാണ്. അതിൻ്റെ കാര്യം അസുഖമാണ്, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ വരാൻ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ പോലുള്ള ആളുകളൊക്കെ ഈ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചെറുപ്പക്കാരൊക്കെ നേരത്തെ വന്ന് ഇവിടെ ഇരുന്ന് സ്ഥിതി പിടിച്ചപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ വീടുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് എല്ലാവർക്കും ആഫിയത്തിനെ പ്രദാനം ചെയ്യട്ടെ. ആശ്വാസ സമാധാനത്തെയും ക്ഷമതയെയും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹാമാരിയെ എഴുതിയില്ലെന്ന് നമ്മുടെ വീട്ടിൽ കൊച്ചു മക്കളെയും പ്രായമായ മാതാപിതാക്കളെയും നമ്മുടെ വീടിനെയും നമ്മുടെ അയൽപക്കത്തെയും നമ്മുടെ നാടിനെയും പ്രത്യക്ഷമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് എവിടെ വെച്ചാൽ മരണമെങ്കിൽ ഗാന്ധാഹികമായി കൽപ്പിച്ചത് യഥാർത്ഥ മുമ്പിനായി മരണപ്പെടാൻ ശുഭാവട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകി അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك